ലൈഫിൽ ഒരിക്കലെങ്കിലും പണിക്ക് മുകളിൽ പണിയാണല്ലോ എന്ന് ചിന്തിക്കാത്തവരായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്യാത്തവരായിട്ടോ ആരും തന്നെ കാണത്തില്ല. ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ബ്രെയിൻ ഹാക്ക് പറഞ്ഞുതരാം. ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുക, മൾട്ടിപ്പിൾ ഐഡിയാസ് അല്ലെങ്കിൽ സൊല്യൂഷൻസ്. ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ചുറ്റുപാടിൽ നിന്നും ആളുകളുടെ ഇടയിൽ നിന്നൊന്ന് മാറുക. കാരണം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷം നമ്മുടെ ബ്രെയിനെ ലോജിക്കലി തിങ്ക് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഇടത്തില്ല. അത് നേരെ സർവൈവൽ മോഡിൽ പോകും. അതായത് ബ്രെയിൻ ഫ്ലൈറ്റ് മോഡിൽ പോയി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ബ്രെയിൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആളുകളുടെ ഇടയിൽ നിന്ന് മാറണമെന്ന് പറയുന്നത് പലപ്പോഴും ദുർദ്ദേശത്തോടെ അല്ലെങ്കിൽ പോലും പലരും നമ്മളെ എന്തെങ്കിലും പ്രശ്നം നമ്മൾ നേരിടുമ്പോൾ കൺഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ടേക്ക് എ പെൻ ആൻഡ് പേപ്പർ. കുറഞ്ഞതൊരു 10 മിനിറ്റ് നേരത്തേക്കെങ്കിലും ടൈമർ സെറ്റ് ചെയ്ത് വെക്കുക. തിങ്ക് അബൌട്ട് യുവർ പ്രോബ്ലം. നിങ്ങളുടെ പ്രശ്നത്തിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് ചിന്തിക്കുക. മനസ്സിൽ വരുന്ന എല്ലാ സൊല്യൂഷൻസും ഐഡിയാസും എല്ലാം എഴുതി വെക്കുക, എല്ലാം നോട്ട് ചെയ്യണം, ഒരെണ്ണം പോലും ഇടരുത്. ഇപ്പോൾ അതിലെ ശരിയും തെറ്റും ഒന്നും അനലൈസ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങൾ വേണമെങ്കിൽ ചിന്തിക്കുന്നത് ഭയങ്കര ക്രേസി ഐഡിയ ആണെങ്കിൽ വൈൽഡസ്റ്റ് ആണ്, ഒന്നും നോക്കണ്ട, എല്ലാം അങ്ങോട്ട് എഴുതി വെക്കുക. ടൈമർ ഓഫ് ആകുമ്പോൾ എല്ലാം ഒന്ന് റിവ്യൂ ചെയ്യുക. നിങ്ങളുടെ സിറ്റുവേഷന് ബെസ്റ്റ് ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക. പിന്നീട് വർക്കൗട്ട് ചെയ്തെടുക്കുക. എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ചാടിക്കറി തലയിൽ വരുന്ന എന്തെങ്കിലും ചെയ്യാതെ ജസ്റ്റ് പോസ് ആൻഡ് ബ്രെയിൻ സ്റ്റോം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈവൻ വൈൽഡ് ആൻഡ് ക്രേസിയസ്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് വന്നാലും ഫിൽട്ടർ ചെയ്യരുത്, ജഡ്ജ് ചെയ്യരുത്. കാരണം നമ്മൾ വിചാരിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഐഡിയാസൊക്കെ ആയിരിക്കും ചിലപ്പോൾ വർക്കൗട്ട് ആവുന്നത്. ബ്രെയിൻ നമ്മൾ ചിന്തിക്കുന്നതിലും പവർഫുൾ ആണെന്നേ. എല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുക്കണമെന്ന് മാത്രം. പിന്നെ എല്ലാവരോടും പോയി അഭിപ്രായം ചോദിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നത്തെ അഭിമുഖീകരിക്കാത്തവരോ അല്ലെങ്കിൽ ആ ഒരു റിലവൻറ്റ് ഫീൽഡിൽ അല്ലാത്തവരോട്.